ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടാ തഞ്ചാവൂർ പോകാൻ വേണ്ടി പോവുക. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. 10:30 ട്രെയിൻ. പിന്നെ കാണാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ട്രെയിനിൻ്റെ വീഡിയോ കിട്ടണം. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി സേഫായിട്ടൊരു പ്ലേസിൽ ഇരിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് അവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. നിറച്ച് വാഴത്തോട്ടങ്ങളും ഭയങ്കര ഗ്രീനറി ആയിരുന്നു. രാവിലെ നമ്മൾ എണ്ണീറ്റ് ഇങ്ങനൊരു വ്യൂ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ. അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ പരന്ന് കിടപ്പുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി തിരുച്ചിത്രപ്പള്ളി ജംഗ്ഷനിലെത്തി, ട്രിച്ചി ജംഗ്ഷനിൽ. എന്നിട്ട് അവിടുത്തെ റെസ്റ്റ് റൂമിൽ നമ്മൾ ഫ്രഷപ്പായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു ട്രെയിനിൻ്റെ ഒരു ഡമ്മി മോഡൽ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടു നിൽക്കാനായിട്ട്. ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് ഉള്ളൊരു ഡമ്മി മോഡലായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. എന്നിട്ട് ഞാനും ആദ്രമോളും മസാല ദോശയാണ് കഴിച്ചത്. ആവണി നെയ്റോസ്റ്റാണ്. പക്ഷെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചമ്മന്തിയാണ്. റെഡ് ചമ്മന്തിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞങ്ങൾ നേരെ ശ്രീരംഗം അമ്പലത്തിലേക്കാണ് പോയത്. നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട് പോയത്. ബസ്സിൽ ഇരുന്ന് നമുക്ക് ആ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റും. അത്ര ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ശ്രീരംഗം ടെമ്പിൾ അറിയുന്നത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു ഒരു ഗോപുരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 3-4 ഗോപുരമുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾക്ക് കുറേ നടക്കാനുണ്ട് അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയത്. ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അമ്പലത്തിൻ്റെ ലാസ്റ്റ് ഗോപുരത്തിലെത്തി. എന്നിട്ട് അമ്പലത്തിലേക്ക് കയറി. ആ വഴിയിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ തന്നെ തേരാണിത്, ബ്രൗൺ കളറിൽ. ഇതാണ് 1000 കൽമണ്ഡപം. നമുക്ക് അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ല. ഭയങ്കര ക്യൂ ആയിരുന്നു. അമ്പലത്തിൽ കയറാൻ നിന്നാൽ നമ്മൾ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി. അവിടെ കാണാൻ നല്ല രസമായിരുന്നു. നിറച്ച് കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ട്രിച്ചി ബേർഡ് പാർക്കിലോട്ടാണ് നമ്മളിനി അടുത്തത് പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് റോക്ക് ഫോർട്ട് ടെമ്പിൾ കണ്ടിരുന്നു. അത് നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.